ഗവർണർക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ ഭേദഗതി ചെയ്ത ഹർജി സമർപ്പിച്ചിരിക്കുന്നു. ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് സമയക്രമം ഉൾപ്പെടെ നിശ്ചയിച്ച് മാർഗരേഖ പുറത്തിറക്കണം എന്നാണ് ആവശ്യം. ഭരണഘടനാപരമായ അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിൽ ഗവർണർക്ക് വീഴ്ച പറ്റിയെന്നും വിധിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പി ബസന്ത് ചേരുന്നു. ബസന്ത, ഗവർണർ സർക്കാർ പോര് അത് ഉടനെ ഒന്നും അവസാനിക്കുന്ന ഒരു സൂചനയും ലഭിക്കുന്നില്ല. കാരണം ഇപ്പോഴിതാ ഭേദഗതി ചെയ്ത ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് സമയക്രമം ഉൾപ്പെടെ നിശ്ചയിച്ച് മാർഗരേഖ പുറത്തിറക്കണം എന്നുമൊക്കെയാണ് ആവശ്യം. എന്തൊക്കെയാണ് ഈ ഹർജിയിലെ കൂടുതൽ വിവരങ്ങൾ? നേരത്തെ ഹർജി പരിഗണിക്കുന്ന സമയത്ത് ബില്ലുകൾ രാഷ്ട്രപതിക്ക് മടക്കി അയച്ചു എന്ന് സർക്കാർ സോളിസിറ്റർ ജനറൽ കോടതി മുമ്പാകെ വ്യക്തമാക്കിയിരുന്നു. ഇതാണ് ഇപ്പോൾ മാർഗരേഖ പുറപ്പെടുവിക്കണം അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ പുറപ്പെടുവിക്കണം, ബില്ലുകൾ ഗവർണർ പരിഗണിക്കുന്നതിനും അത് അംഗീകരിക്കുന്നതിനുമുള്ള സമയക്രമം അടക്കം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു മാനദണ്ഡം വേണമെന്നുള്ള നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നത്. രാഷ്ട്രപതിക്ക് അയച്ചതോടുകൂടി തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഹർജി ഒരു പക്ഷേ വലിയ കലഹരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അതിന് മാനദണ്ഡങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ശരി ബസന്ത്, ഗവർണർ സർക്കാർ പോര് അത് പുതിയൊരു തലത്തിലേക്ക് എത്തുന്നു. ഉടനെ ഒന്നും ഒരു മഞ്ഞുരുക്കം പ്രതീക്ഷിക്കേണ്ട എന്നൊരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു. ഗവർണർക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ ഭേദഗതി ചെയ്ത ഹർജിയാണ് സമർപ്പിച്ചിരിക്കുന്നത്. ബില്ലുകളിൽ, അതായത് ഒപ്പിടാതെ ഇരിക്കുന്ന ബില്ലുകളിലൊക്കെ എത്രയും വേഗം തീരുമാനം എടുക്കുന്നതിന് ഒരു സമയക്രമം ഉൾപ്പെടെ നിശ്ചയിച്ച് മാർഗരേഖ പുറത്തിറക്കണമെന്നാണ് സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്.